അയ്യപ്പ ശരണം ശരണമെൻ്റെ അയ്യപ്പ, ശബരിമലൈവാസ ശരണമെൻ്റെ അയ്യപ്പ. അയ്യപ്പ ശരണം ശരണമെൻ്റെ അയ്യപ്പ, ശബരിമലൈവാസ ശരണമെൻ്റെ അയ്യപ്പ. സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം. ഭയങ്കര ഒരു എനർജി ഉണ്ടാക്കുന്ന പാട്ടാണ്. സിനിമാ ഗാനങ്ങളിലേക്ക് കിടക്കാം. ജയമാഷ് ആദ്യമായിട്ട് ചെയ്ത സിനിമ ഏതായിരുന്നു? ആദ്യമായിട്ട് ചെയ്തത് നമ്മുടെ പി എ തോമസിൻ്റെ ഭൂമിയിലെ മാലാഖ. ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു 1964 ആ സിനിമ പുറത്തു വന്നായിരുന്നോ? പുറത്തു വന്നു. അതെ. ഓ, ഇവിടെ ഇപ്പോൾ ടെലിവിഷനിൽ കാണിച്ചായിരുന്നു. ഒരു വർഷം. അതിലത്തെ പാട്ട് ഏതായിരുന്നു മാഷെ? ദയവായിട്ട് പാട്ട് ഓർമ്മയില്ല. കാരണം ഞങ്ങളും ജോബാൻ ജോർജും എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി ചേർന്നാണ് പാട്ട് ചെയ്തത്. ഞങ്ങൾ ട്യൂൺ ചെയ്തു, അവിടെ വെച്ച് പാട്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് കച്ചേരിയുള്ള ഒരു സീസണായിരുന്നു, അത് ഡിസംബർ സീസണിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കച്ചേരിക്ക് പോയി, ഇവരത് പാടി റെക്കോർഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പാടിയതാരായിരുന്നു? പാടിയത് എസ് ജാനകിയാണ് പാടിയിരിക്കുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ അത് റെക്കോർഡ് ചെയ്തായിരുന്നു. മാഷയുടെ എനിക്ക് തോന്നുന്നു ഫേമസ് ആയത് മറ്റേ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്ന ഗാനമാണെന്ന് തോന്നുന്നു. അത് ബിച്ചു തിരുമല എഴുതിയാണ് ആ സിനിമ. പക്ഷേ പുറത്തു വന്നില്ല, പക്ഷെ പാട്ട് വളരെ ഫേമസ് ആയി. അത് CRK നായർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു, ഫിലിം ചേംബർ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പടമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം തോന്നി, ഞങ്ങളെ കൊണ്ട് തന്നെ മ്യൂസിക് ചെയ്യിക്കാമെന്ന്. അങ്ങനെ അത് ചെയ്യിച്ചായിരുന്നു. അതിലെ പാട്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. അത് ഇപ്പോഴത്തെ ജനറേഷനൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുതയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലൊതുങ്ങി പോയി. ബ്രഹ്മമുഹൂർത്തത്തിൽ. ഈ പാട്ട് വരികൾ ട്യൂൺ ചെയ്തതാണ് അല്ലേ? ആ വരികൾ ട്യൂൺ ചെയ്തത് അല്ലേ? ആദ്യം ബിച്ചു തിരുമല വരികൾ എഴുതി. എനിക്ക് തോന്നുന്നു ബിച്ചു തിരുമലയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഇത്. അത് ഫസ്റ്റ് മൂവി ആയിരുന്നു. പിന്നെ തെരുവിഗീതം വന്നു. തെരുവിഗീതം ഇതുപോലെ ഒരു 10,000 അടി എടുത്തപ്പോൾ നിന്നുപോയി. അതിനകത്തെ പാട്ട് ഇതറിയാമല്ലോ, ഹൃദയം ദേവാലയം. അത് വളരെ ഫേമസ് ആയി. അത് സത്യൻ മാസ്റ്ററാണ് അതിൻ്റെ ഞങ്ങൾക്ക് ആ പടം വാങ്ങിച്ചു തരാനും വേണ്ടി വളരെയധികം പ്രയത്നിച്ച ആളെ. ഞങ്ങൾ വലിയ സ്നേഹിതന്മാരായിരുന്നു ആ കാലത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പടം ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക്കിൽ നമ്മുടെ ഇതൊക്കെ ഉണ്ട്, പിപ്പരേ രാമരസം, അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അത് ബാലമുരളികൃഷ്ണനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അതൊക്കെ പാടാൻ പറയും. അങ്ങനെ വലിയൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ആ കാലത്തായിരുന്നു ഈ സഹദേവൻ എന്ന് പറഞ്ഞ ഒരാളെ ഇതിൻ്റെ ഡയറക്ടർ. അങ്ങനെ അദ്ദേഹം എടുക്കുന്ന കാലത്ത് ഞങ്ങൾക്ക് ആ പടത്തിൻ്റെ സംഗീത സംവിധാന ചുമതല വാങ്ങിച്ചു തന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ആ സിനിമയിൽ വേറെ ഗാനങ്ങളുണ്ടായിരുന്നോ? അതിൻ്റെ വേറെ ഉണ്ടായിരുന്നു. ഈ വലജി എന്നുള്ളൊരു വർണ്ണമുണ്ടല്ലോ, ആ വർണ്ണത്തെ വേറെ സാഹിത്യമായിട്ട് അതിന് നട്ടുവാങ്കൊക്കെ അതിൻ്റെ ജതികളൊക്കെ ആയിട്ട് ഡാൻസിന് വേണ്ടി ഒരുക്കിയായിരുന്നു. അതും പാടി അത് എടുത്തായിരുന്നു. നമ്മുടെ വലയപ്പെട്ടിയൊക്കെ എന്നത് വായിച്ചിട്ടുണ്ട്. തിരുവിട ജയശങ്കർ നാസരം വായിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തായിരുന്നു. എടുത്തു കഴിഞ്ഞ് പിന്നെ പടം നടന്നില്ല. അദ്ദേഹത്തിന് പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇതൊക്കെ വന്നു. അങ്ങനെയാണ് മരിക്കുന്നത്. മറ്റേത് തെരുവുകീതം എന്ന് പറയുന്ന KS ഗോപാലകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തതാണ്. ആ ഗാനം ഒന്ന് കേൾക്കാം നമുക്കല്ലേ? ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാത്തും ആരണ്യ ദേവാലയം, മാനവ ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. ആനകൾ
ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. ഇത് ശരിക്കും ശ്രുതി ഇതിന് മേലെയാണ് അല്ലേ? ഇതിന് മേലെയാണ് ശ്രുതി. യേശുദാസായിരുന്നു പാടിയത്. അതേ പാടിയിട്ടുള്ള പാട്ടാണ് അതൊക്കെ. വളരെ നന്നായിട്ട് പാടുന്നു. അതിലത്തെ മറ്റേ പാട്ട് ഏതായിരുന്നു പറഞ്ഞ? ഈശ്വരന് വീട്, ഈശ്വരന് വീട്, ഈശ്വരഹള്ള യഹോവയുടെ. ഈ യുഗഭൂമിയിൽ ഈശ്വരന് വീട് എവിടെ? ഈശ്വരനെവിടെ? വിളിച്ചു പാടുന്ന പാട്ട് നമ്മൾ പാടിയിരുന്ന മറ്റേ അത് യേശുദാസ പാടിയിരിക്കുന്നു. വേറെ 3-4 പാട്ടുകൂടെ അതിനകത്തുണ്ട്. അതെല്ലാം ഒന്ന് നമ്മൾ വാണിജ്യറാൻ പാടി, അതൊരു ആടും ഉണ്ടാടുന്നുണ്ടെന്നൊരു പാട്ട്.